ഹരേ രാമ ഹരേ കൃഷ്ണ. ഗജലക്ഷ്മി രാജയോഗം 24 വർഷത്തിന് ശേഷം മേടത്തിൽ ഗജലക്ഷ്മി രാജയോഗം സമ്പന്ന യോഗം കൈവരും. 5 രാശിക്കാർക്കാണ് ഇരട്ടി ഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം മേടം രാശിയിൽ ശുക്രന്റെ സംക്രമം മൂലം ഗജലക്ഷ്മി രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും വന്നു ചേരുന്നു. കൃത്യം 24 വർഷം മുമ്പാണ് ഈ യോഗം ഇതിനു മുമ്പ് രൂപപ്പെട്ടിരുന്നത്. ഈ രാജയോഗത്തിൻ്റെ രൂപീകരണം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ഗ്രഹനിലകൾക്കിടയിൽ രൂപം കൊണ്ട ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെയും ശുക്രാദിത്യ യോഗത്തിൻ്റെയും സ്വാധീനം മൂലം ഈ സമയം 5 രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്നതാണ്. ഇവർക്ക് ബിസിനസ്, ജോലി, തൊഴിൽ, കുടുംബജീവിതം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയിൽ അതിശയകരമായ നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ പോകുന്നത്. ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരുടെ ലഗ്നഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുവാൻ പോകുന്നു. ഈ രാജയോഗത്തിൻ്റെ രൂപീകരണത്തോടെ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ സമയം സന്തോഷം വന്നു ചേരും. ഈ രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയം ആണ് ഇനി വരുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ സാമൂഹിക ബഹുമാനം വർദ്ധിക്കും. നിങ്ങൾക്ക് അഭിമാനകരമായ സ്ഥാനവും വന്നു ചേരുവാൻ പോകുന്നു. ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർക്ക് ഈ കാലയളവിൽ വലിയ ലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുവാനും അവസരം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പരിപൂർണമായ പിന്തുണ ലഭിക്കുകയും ചെയ്യും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടും. 10ാമത്തെ വീട് പ്രവർത്തന ഭവനമാണ്. ഗജലക്ഷ്മി രാജയോഗവും ശുക്രാദിത്യ രാജയോഗവും കർക്കിടക രാശിക്കാർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഈ രാശിക്കാർക്ക് ഭൗതിക സുഖങ്ങളും ആഡംബരങ്ങളും ലഭിക്കും. ഈ രാശിയിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ എല്ലാ മേഖലകളിലും വിജയം നേടുവാൻ സാധിക്കും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവും വന്നു ചേരുന്നതാണ്. ഈ കാലഘട്ടം നിങ്ങളുടെ കരിയറിൽ വളരെയധികം ഗുണം ചെയ്യും. ബന്ധുക്കളിൽ നിന്ന് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കർക്കിടക രാശിയിലുള്ളവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാനും സാമ്പത്തികമായ വലിയ നേട്ടങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം 9ാം ഭാവത്തിൽ, അതായത് ഭാഗ്യം ഭവനത്തിൽ ആയിരിക്കും. ഈ കാലയളവിൽ നിങ്ങൾ വളരെ ഭാഗ്യവാനായിത്തീരും. നിങ്ങൾക്ക് ഒരു ആത്മീയ യാത്ര നടത്തുവാനും സാധിക്കും. നിങ്ങളുടെ പിതാവിൽ നിന്നും പൂർവിക സ്വത്തിൽ നിന്നും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ഈ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിദേശത്ത് പോയി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ സാമ്പത്തികം വളരെയധികം ശക്തമാകും. ബാങ്ക് ബാലൻസിൽ വളരെയധികം വർധനവ് വന്നു ചേരുന്നതാണ്. ശുഭകരമായ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് പണം ചെലവഴിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് 7ാം ഭാവത്തിൽ ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടും. അത്തരമൊരു സാഹചര്യത്തിൽ ഗജലക്ഷ്മി യോഗത്തിൻ്റെയും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെയും സ്വാധീനത്താൽ തുലാം രാശിക്കാർക്ക് ബിസിനസ്സിലും ജോലിയിലും വലിയ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ഈ രാശിക്കാർക്ക് ധാരാളം സാമ്പത്തിക വരുമാന സ്രോതസ്സുകൾ വന്നു ചേരുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കരിയറിൽ നിങ്ങൾക്ക് ധാരാളം നല്ല അവസരങ്ങൾ വന്നു ചേരും. ഇവ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം വളരെ ഗുണം ചെയ്യും. ഈ കാലയളവിൽ ധനുരാശിക്കാർ ശുക്രാദിത്യ യോഗത്തിൻ്റെയും ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെയും സ്വാധീനത്താൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ ജോലികളും ഭാഗ്യത്തിൻ്റെ പിന്തുണ വന്നു ചേരുന്നതാണ്. ഈ കാലയളവിൽ ധനു രാശിക്കാർക്ക് ഭാഗ്യം കൈവരും. ചെറിയ പരിശ്രമം പോലും ജീവിതത്തിൽ വലിയ എന്തെങ്കിലും നേടുവാൻ സാധിക്കുന്നതാണ്.
അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായ ധനലാഭത്തിന് സാധ്യതകളുണ്ട്. അതുവഴി ഭാവിയിലേക്ക് പണം ലാഭിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.